വാക്കുമാറാത്തവനായ നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ അചഞ്ചലമായ വിശ്വാസമർപ്പിച്ച് പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. അവിടുന്ന് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:23. പിതാവും പുത്രനും നമ്മിൽ വന്ന് വാസമുറപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. അതായത് യേശുവിനെ സ്നേഹിച്ച് അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുന്നവരിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം വന്ന് വാസമുറപ്പിക്കും. മനുഷ്യ ഹൃദയങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവം. യഥാർത്ഥത്തിൽ മനുഷ്യ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ വാസസ്ഥലമാണ്. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളിൽ ഇപ്രകാരം പറയുന്നത്, നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. സുഭാഷിതങ്ങൾ 4:23. തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ ഉറവകൾ ഒഴുകുമെന്ന് നമ്മുടെ കർത്താവും അരുളി ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യോഹന്നാൻ 7:37-39 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ പൗലോസ്ലീഹായും ഈ യാഥാർത്ഥ്യം പല പ്രാവശ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്കു വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. 1 കൊറിന്ത്യർ 6:19-20 വാക്യങ്ങൾ. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. 2 കൊറിന്ത്യർ 6:16. നമ്മുടെ കർത്താവിൻ്റെ ഈ തിരുമൊഴികളും വാഗ്ദാനങ്ങളും നിരന്തരം ധ്യാനിച്ച് പ്രത്യാശയോടെ കാത്തിരുന്ന് നമുക്ക് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.